രാവിലെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നതിൻ്റെ എൻ്റെ മീൻ കുഞ്ഞന്മാർക്ക് ഫുഡ് കൊടുത്തോണ്ടാണ് കേട്ടോ. മെയിനായിട്ട് പെല്ലറ്റ് ഫുഡിനെക്കാട്ടി ഞാൻ ഈ ലൈഫ് ഫീഡ് തന്നെയാണ് കേട്ടോ കൊടുക്കാറ്. തീറ്റ കൊടുക്കൽ കഴിഞ്ഞപ്പോഴേക്കും അമ്മ തോട്ടത്തിൽ ഒരു ചക്ക കണ്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഇട്ട് തരാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ വർക്കിന് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു കുഞ്ഞമ്പ്രാവിൽ ഇത് ആദ്യമായിട്ടുണ്ടായ ചക്കയാണെന്ന് അമ്മ പറഞ്ഞിരുന്നത്. സ്റ്റാർ ഫ്രൂട്ട് ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം മഴയായതുകൊണ്ട് എല്ലാത്തിനും വെള്ളച്ചോയാണ് കേട്ടോ. വെയിലാണല്ലോ എന്ന് കരുതി ഗ്ലൗസ് ഒക്കെ ഇട്ടിറങ്ങി. അപ്പോഴേക്ക് നോക്കുമ്പോഴേക്ക് ഇതാ മഴ തുടങ്ങി. റൂട്ട് പോകുമ്പോഴും രക്ഷ ഉണ്ടായിരുന്നില്ല. ഒരു സൈഡിൽ വെയിൽ, മറ്റൊരു സൈഡിൽ മഴ. ആകെ പെട്ടുപോയി. ഞാൻ വയനാട് സുജാത മിക്സിന്റെ ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റാഫായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. നേരെ കാണുമ്പോൾ കൗതുകം നിസ്സാരാണെന്നുണ്ടെങ്കിലും ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നുണ്ടല്ലേ ഇങ്ങനെയുള്ള ആൾക്കാർ. കഷ്ടപ്പെടാനുള്ള മനസ്സ്, നേരിടാനുള്ള ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെവിടെയും വിജയിക്കും. ഇന്നും പതുപോലെ തന്നെ വർക്ക് കഴിഞ്ഞെത്തിയപ്പോഴേക്ക് ഫുഡ് കഴിക്കാൻ ഒരുപാട് ലേറ്റായി. ഈ സ്ഥലമാണ് കേട്ടോ മീനങ്ങാടി ടൗണിൻ്റെ സെന്റർ എന്ന് പറയുന്നത്. ഇതാണ് കേട്ടോ മീനങ്ങാടി ഓട്ടോ ചേട്ടന്മാരുടെ സ്വന്തം മുന്തിരിത്തോട്ടം. ഇതിനകത്ത് ഒരുപാട് കായൊക്കെ ഉണ്ടായിരുന്നു, ന്യൂസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് പോണ വഴിക്ക് ചന്ദ്രുവിനെ കണ്ടിരുന്നു. ഫുട്ബോൾ കളിക്കാൻ പോയായിരുന്നു. വീടിന്റെ ഫ്രണ്ടിലുള്ള ബോക്സിലെ അതിനകത്ത് തണ്ണിമത്തൻ എന്താണ്ടോ തൈ പിടിച്ചിട്ടുണ്ട്. കായ്ക്കോ നമുക്ക് നോക്കി നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച എലന്തപ്പഴല്ലേ, അത് പഴുത്തിട്ടുണ്ടായിരുന്നു. അതിന്ന് പറിച്ചു കേട്ടോ. അമ്മ കേട്ടോ അത് ചെത്തി വീതം വെച്ചായിരുന്നു. അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു കേട്ടോ. എലന്തപ്പഴം ഉപ്പിലിട്ടത് കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഈ പച്ചക്കുള്ളത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിലെ താമര ചെടിയിലെ ലാസ്റ്റ് പൂവാണ് കേട്ടോ അത്. വീട്ടിലെ മാവില് ഒരു പാഷൻ ഫ്രൂട്ട് വള്ളി കയറി പിടിച്ചിട്ടുണ്ട് കേട്ടോ. വയലറ്റ് ആണോ മഞ്ഞാണോ എന്നറിയില്ല. ജിമ്മിൽ പോകാൻ വേണ്ടി ബൈക്കും ബാഗൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഹബീത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ജിമ്മിലേക്ക്. റംബൂട്ടാൻ പഴുത്ത് വെക്കണുണ്ടിട്ട് അവന് കുറച്ച് വേണമെന്ന് പറഞ്ഞുകൊണ്ട് കയറി അതും കുറച്ച് പറിച്ചു കേട്ടോ. ഞാനൊരു 2-3 കഴിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ ഈ ഗ്രൗണ്ടിലാട്ടോ ചന്ദ്രു എൻ്റെ ടീംസ് ഫുട്ബോൾ കളിക്കുന്നത്. ഇവരുടെ ടീമിന് വേണ്ടിയിട്ട് ജേഴ്സിയും ബൂട്ടും അതിന് വേണ്ടിയിട്ടുള്ള സ്പോൺസേഴ്സിനെ അവർ തപ്പുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ. അങ്ങനെ ഇത് ജിമ്മിലെത്തിയിട്ടോ. ഇനിയിപ്പോൾ വർക്കൗട്ടിൻ്റെ ടൈമാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് വീട്ടിലെത്താൻ ലേറ്റ് ആവുന്നത് പതിവാണ്. വീഡിയോ എടുക്കാൻ വേണ്ടി ട്രൈപോഡ് 2-3 ടൈപ്പ് ഉണ്ടെങ്കിൽ അതങ്ങനെ അധികം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.